ഡിയേഴ്സ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആൻറ്റി ടെർണിഷിൻ്റെ പ്രീമിയം ക്വാളിറ്റി ടൈപ്പിൽ വന്നിട്ടുള്ള ബാംഗിൾസാണ് നമ്മുടെ അടുത്തുള്ള കളക്ഷൻസ് നമ്മൾ സോൾഡ് ഔട്ട് ആക്കണം, അതായത് ഓഫർ പ്രൈസിൽ കൊടുക്കാമെന്ന് കേട്ടോ. കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇനി ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾക്കിതൊക്കെ ഒന്നിച്ച് വെച്ചിട്ടുള്ള പുതിയ കളക്ഷൻസ് വരുമ്പോൾ ഒന്നിച്ചിട്ട് വെച്ചിട്ടുള്ള ഫോട്ടോസേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൽ ഞാൻ ഏതൊക്കെ പോയത് നിൽക്കാതെ ഫോട്ടോസ് എടുക്കലില്ല, എനിക്കതൊന്നും ടൈമും കിട്ടാറില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ അപ്ഡേഷൻ നടത്താമെന്ന് കരുതി ഇപ്പോൾ ഒരു മാസമായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അപ്ഡേഷൻ നടത്തിയിട്ടില്ല, ആൻറ്റി ടെർണിഷിൻ്റെ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തപ്പിപ്പറിച്ച് എടുത്തിട്ടുള്ളതാണ്. അതിൽ ചിലത് നമുക്ക് ഓരോ പീസേ ഉള്ളൂ, ചിലത് 2 പീസൊക്കെ അവൈലബിൾ ആണ്, ചിലത് ഓരോ പീസേ ഉള്ളൂ. അപ്പോൾ പ്രീമിയം ക്വാളിറ്റി ടൈപ്പിൽ വന്നിട്ടുള്ളത് 99 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ 99 രൂപ കൊടുക്കുന്നത്, നിങ്ങൾ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക, നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 150ൻ്റെതും ഉണ്ട്, 180ൻ്റെ ഉണ്ട്, 200ൻ്റെ ഉണ്ട്. നമ്മൾ 300 350 സീലാക്കിയിട്ടുള്ളൊക്കെ അതിലൊക്കെ കുറവാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 99 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ തൊട്ടിട്ട് 300 രൂപ വരെ വരുന്ന ബാംഗിൾസാണ് കാണിക്കുന്നത് കേട്ടോ. കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക, കുറച്ച് ലോങ് ഉണ്ടാവും വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയാലോ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കട്ടെ. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞ ചിഹ്നം വരെ താഴോടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് സൈസ് അടക്കം പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന 300 ആ റേഞ്ചിലാണ്, 300 320 ആ റേഞ്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ബാംഗിൾസാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നത് എത്രയാണെന്നില്ലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. 1 ബൈ 1 ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ക്ലിപ്പ് ബാംഗിളാണ്, വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ളതാണ് കേട്ടോ. 300 രൂപ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളത് കൊടുക്കുന്നത് 280 രൂപയ്ക്കാണ് കേട്ടോ. 280 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒറ്റ പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ. ഓക്കെ, 280 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബാംഗിൾ കണ്ടല്ലോ, നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല വെയിറ്റ് നമ്മൾ 300 രൂപയ്ക്കാണ് സെയിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഒറ്റ പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ. 6 സെൻറ്റിമീറ്ററാണ് വരുന്നത് കേട്ടോ. 2.6 സൈസിലെ ആളുകൾക്ക്, 2.5 2.7 സൈസിലെ ആളുകൾക്ക് കറക്റ്റ് ആയിരിക്കും, 2.8 ടൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഇതും 280. അതുപോലെ തന്നെ നമ്മളടുത്ത് ഒരു ഹാർട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതും ട്രെൻഡിങ് ആയിരുന്നു. നമ്മളടുത്ത് ഒറ്റ പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. ഇതും 6 സെൻറ്റിമീറ്റർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതും ഞാൻ പറഞ്ഞല്ലോ 2.6 2.7 2.8 ആളുകൾ, 2.8 ടൈറ്റ് ആയിരിക്കും, 280. പിന്നെ ഈ ഒരു ബാങ്ക് 2.4 സൈസിലെ ആളുകൾക്ക് വെക്കാൻ പറ്റും കേട്ടോ. കാരണം ഇത് 2.4 കറക്റ്റായിട്ടിരിക്കുക. ഓക്കെ, കണ്ടല്ലോ, 2.4 കറക്റ്റായിട്ടിരിക്കുക കേട്ടോ ഈ ഒരു ബാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്, ഇത് നമ്മൾ 300 സെയിലാക്കിയിട്ടുണ്ടായിരുന്നു, കണ്ട 5.5 സെൻറ്റിമീറ്ററാണ്. ഇതും 280. അതുപോലെ തന്നെ ഇത് ക്ലിപ്പ് ബാങ്കിളാണ്. ഇതിൻ്റെ തന്നെ സെയിം ഇത് വന്നിട്ടുള്ളതാണ്, ഒരു ഹാർട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടും സെയിം തന്നെ ലെങ്ത്ത് തന്നെയാണ്, 2.6 2.7 സൈസിൽ കറക്റ്റായിരിക്കും. ഓക്കെ, ഇതും നമ്മൾ 280 കേട്ടോ. 300 സെയിലാക്കിയിരുന്ന 280 ക്ലിപ്പ് ബാങ്കിളാണ്. പിന്നെ ഇത് നമ്മളെടുത്ത് ഇനി ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും 2.4 സൈസിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. 2.6 പറ്റില്ല, 2.4 2.5 സൈസിലെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിത് 280 കൊടുക്കുന്നത്, 300 സെയിലാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. ഈ വിളയൊക്കെ വന്നിട്ടുള്ള ഒരു ഹാങ്ങിങ് ടൈപ്പാണ്. ഇതിന് പ്രത്യേകത വെച്ചാൽ ഇങ്ങനെ ഓപ്പൺ ആണ് കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് എടുക്കുന്നതാണ്, കണ്ടല്ലോ, ഇങ്ങനെ ഓപ്പണാണ്. ഓക്കെ, അപ്പോൾ ഇതും ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. 300 നമ്മൾ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു, ഒറ്റ പീസേ ഉള്ളൂ. ഓക്കെ, 280 രൂപ കേട്ടോ. ഓക്കെ, 280. പിന്നെ കാണിക്കാനുള്ളത് ഇത് നമുക്ക് ഒറ്റ പീസേ ഇനി ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ 2 പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, 2 പീസോ 4 പീസൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഒറ്റ പീസ് ഏതായാലും ഉള്ളൂ, 280 കേട്ടോ. ഇത് 280. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ. സെൻറ്റർ അപ്പുറത്തും സ്റ്റോൺ വന്നിട്ടുള്ളതാണ്. ഇതും 280 രൂപ. അതുപോലെ തന്നെ അത് വേറെ കണ്ടല്ലോ, ക്ലിപ്പ് ബാങ്കിളാണ് കേട്ടോ. ഇത് വന്നിട്ടുള്ള ക്ലിപ്പ് ബാങ്കിളാണ്, സ്റ്റോൺ ഇങ്ങനെ വന്നിട്ടുണ്ട്, 280 രൂപ. അതുപോലെ തന്നെ ഇതിപ്പോൾ പുതിയ അപ്ഡേഷൻ കഴിഞ്ഞ ആഴ്ച 1-2 ആഴ്ചയായിട്ടുള്ള വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇത് 2.4 സൈസിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, കാരണം 5.5 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഓക്കെ, 280 രൂപ കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു ഹാർട്ട് വന്നിട്ടുള്ള ഒരു കഫ് ബാങ്കിളാണ് കേട്ടോ. ഇതൊന്നും മതി, നമ്മളെ കയ്യിലിട്ടാൽ വേറെ ഒന്നും കാണൂല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഇതും 280. നമ്മൾ 340 സീലാക്കിയിട്ടുള്ളതാണ്. ഒറ്റ പീസ് ഇനി ബാലൻസ് കേട്ടോ, 1-2 പീസ്. ഇതൊറ്റ പീസേ ഉള്ളൂ കേട്ടോ, കണ്ടല്ലോ, ഇതൊറ്റ പീസേ ഉള്ളൂ. ഇതൊക്കെ കയ്യിലിട്ടാൽ പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ വാച്ചിടുന്ന പോലെയാണ്. പക്ഷേ ഇത് 2.6 കറക്റ്റ് കേട്ടോ. 2.6 കറക്റ്റായിട്ടിരിക്കുക. എനിക്ക് 2.2 കൈയാണ് എൻ്റെ കൈ. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഞാൻ കാണിച്ചതെല്ലാം വന്നിട്ടുള്ളത് 280 രൂപയുടേതാണ് കേട്ടോ. 280 രൂപയുടേതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് മുഴുവൻ. ഇനിയുണ്ട് 280 വിട്ടുപോയതാണ്. ഈ ഒരു ബട്ടർഫ്ലൈ വന്നിട്ടുള്ള നമ്മൾ 320 സെയിലാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇതും ക്ലിപ്പ് ബാങ്കിൾ തന്നെയാണ് വന്നിട്ടുള്ളത്, ഉണ്ടല്ലോ. ഓക്കെ, 280 രൂപ തന്നെയാണ് വന്നിട്ടുള്ളത്. 280 കുറച്ചുകൂടി ഉണ്ട്, അതുകൂടി കാണിക്കട്ടെ കേട്ടോ. ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ട്, അത് വേറെ കണ്ടല്ലോ.
വൈറ്റ് സ്റ്റോൺ. ഓക്കെ, ഇതാ ഇതും പുതിയ അപ്ഡേഷൻ വന്നത്. ഇത് 2-4 സൈസാണ് കേട്ടോ പറ്റുക. ഉണ്ടല്ലോ 2-4 സൈസാണ് പറ്റുന്നത് കേട്ടോ. നമ്മൾ പുതിയ കളക്ഷൻ വന്നിട്ടുള്ള 280 രൂപ. പിന്നെ ഇത് 2-6 സൈസ് തന്നെയാണ് വരിക കേട്ടോ. 2-6 ആയിരിക്കും കറക്റ്റായിട്ടിരിക്കുക. 2-5 കുഴപ്പമില്ല. ഇതും 280 രൂപ. പിന്നെ ഇങ്ങനെ ഒരു ബാംബു ബാങ്കിളിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. ഇതും 280. അപ്പോൾ ഇത്രയും നമ്മൾ കാണിച്ചിട്ടുള്ളതൊക്കെ 280-ൻ്റെ ആണ്. ഇനി കാണിക്കാനുള്ളത് 250-ൻ്റെ കേട്ടോ. 215-ൻ്റെ ആണ് ഇനി കാണിക്കാനുള്ളത്. 215-ൻ്റെതാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. ഒരു ഗോൾഡ് എന്താ പറയുക, വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പിസ്ത ഗ്രീൻ പോലത്തെ ഗ്രീനും ഉണ്ട് കേട്ടോ. ഇത് 250 കേട്ടോ. 215-ൻ്റെ ആണ് ഇനി കാണിക്കുന്നത്. 5 സെൻറ്റിമീറ്റർ ആണ്. കണ്ടല്ലോ 215-ൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് രണ്ടും. പിന്നെ ക്ലിപ്പ് ബാങ്കിളാണ് കേട്ടോ. ഇതും 250. ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. 2-6 സൈസ് കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ 2-5. ഒരു കിരീടം പോലത്തതാണ് കേട്ടോ വന്നിട്ടുള്ളതും. ഇതും 250. ഇത് 250-നൊക്കെ നമ്മൾ കൊടുക്കുന്നത് 300-ന് സെയിലാക്കിയിട്ടില്ല. 250-ന് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇത് കുറച്ച് മുന്നേ വന്നിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് കവറിന്ന് പൊട്ടിച്ചിട്ടും ഇല്ലായിരുന്നു കേട്ടോ. കാരണം അതേപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുന്നേ വന്നതായതുകൊണ്ട് മാത്രമാണ് നമ്മൾ 250-ന് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു ബട്ടർഫ്ലൈ ടൈപ്പിൽ വന്നിട്ടുള്ളതാണ്. ഇതും 250 രൂപയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വെറൈറ്റി ലുക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഒരു നല്ല വെറൈറ്റി എലഗൻ്റ് ലുക്കാണ്. ഇതും 250. ഇതൊക്കെ കുറച്ച് മുന്നേ വന്നിട്ടുള്ളതായതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ ഇത് റോസ് ഗോൾഡാണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ റോസ് ഗോൾഡ് വന്നിട്ടുള്ളതാണ്. 250 കേട്ടോ. 215 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബാഗ് സ്റ്റോണൊക്കെ വന്നിട്ടുള്ളതാണ്. നമ്മൾ 300-ന് സെയിലാക്കിയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. 250 കേട്ടോ. ഞാൻ പറഞ്ഞു ഇതെന്തുകൊണ്ടാണെന്നുള്ളത്. കുറച്ച് മുന്നേ വന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഇത് കണ്ടല്ലോ. ഇത് പിന്നെ ഇത്രേ വന്നിട്ടുള്ളൂ. നമ്മൾ 300-ന് സെയിലാക്കിയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഓക്കെ, ഇത് ക്ലിപ്പ് ബാങ്കിൾ തന്നെയാണ് കേട്ടോ. ഇവിടെ ക്ലിപ്പ് ബാങ്കിളാണ്. 250 കേട്ടോ. 215 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് സിമ്പിളായിട്ടുള്ള ഒരു നമ്മളെ ഈ ഒരു ബാങ്കിൾ 250. അതുപോലെ തന്നെ ഈ ഒരു ബാങ്കിൾ ഇതും 5.5 സൈസ്, അതായത് 2-4 സൈസിലെ ആളുകൾക്കായിരിക്കും കേട്ടോ 250. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇത് പകുതിയാണുള്ളത് കേട്ടോ. നമ്മൾ വിചാരിച്ചു കാണിച്ചത് ഇതിനെപ്പറ്റി എല്ലാം തോന്നുന്നു. ഇതാണല്ലേ. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് 250-ൻ്റെ ആണ് കേട്ടോ ഇതും. അതുപോലെ തന്നെ ഇതൊരു ക്ലിപ്പ് ബാങ്കിളാണ് വന്നിട്ടുള്ളത്. ഇതും 250 രൂപയുടേതാണ്. ഇപ്പോൾ കാണിച്ചിട്ടുള്ളതൊക്കെ 215-ൻ്റെ ആണ് കേട്ടോ. പലതിനും പല റേറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇനി 240-ൻ്റെ കാണിക്കാം കേട്ടോ. 240-ൻ്റെ കാണിക്കാം. ഇത് 200 നമ്മൾ 300-ന് സെയിലാക്കിയിട്ടുള്ളതാണ്. ഇത് 240-ന് എന്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയതുകൊണ്ടാണ്. അതായത് നേരത്തെ കാണിച്ചതിനായിട്ടും കുറച്ചുകൂടി മുന്നേ വന്നിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയതുകൊണ്ടാണ് ഈ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ. 2-6 സൈസിലെ ആൾക്ക് പറ്റുന്നതാണ് കേട്ടോ. ഇതൊക്കെ ക്ലിപ്പ് ബാങ്കിൾ തന്നെയാണ്. ഇതിൻ്റെ ബ്ലാക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ബ്ലാക്ക് നമുക്ക് കിട്ടാഞ്ഞിട്ടല്ല നമ്മൾ എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം പിന്നെ നമ്മൾ എടുത്തപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ചോദിച്ചപ്പോൾ വന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനായിട്ട് എടുക്കാനാവില്ല എന്ന് കരുതിയിട്ടാണ്. കാരണം എടുക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുക്കണം. അപ്പോൾ കരുതി ഇത്രയും ബാങ്കിൾസ് ഞാൻ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓഫറിൽ അങ്ങനെ ഇട്ട് തീർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 240-ൻ്റെ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റോസ് ഗോൾഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് റോസ് ഗോൾഡിൽ വന്നിട്ടുള്ളതാണ്. ഇത് റോസ് ഗോൾഡിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ക്ലിപ്പ് ബാങ്കിളാണ് കേട്ടോ. അതൊക്കെ 2-5, 2-6 സൈസിലെ ആൾക്ക് പറ്റുന്നതാണ്. ഓക്കെ, ഉണ്ടല്ലോ. ഇതും ക്ലിപ്പ് ബാങ്കിളാണ് കേട്ടോ. ഇവിടെ സ്റ്റോണൊന്നുമില്ല, ഇവിടെ സ്റ്റോണുണ്ട്. ഓക്കെ, 2-6 സൈസിലെ ആൾക്ക് പറ്റുന്നതാണ്. ഇതൊക്കെ 240 ആണ്. ഇതിന് പിന്നെ വൈറ്റ് ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ. നമ്മൾ 300 രൂപയ്ക്ക് സെയിലാക്കിയിട്ടുണ്ടായിരുന്നതാണ്. 280. അതുപോലെ തന്നെ ഇത് ബാംബു 250 ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. 200. ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രീമിയം ക്വാളിറ്റി ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. സിയോക്കീൻ്റെ കമ്പനിയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് മുന്നേ എടുത്ത പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ക്ലിയറൻസ് സെയിൽ ഇടുന്നത് കേട്ടോ. 240 ഉണ്ട് കേട്ടോ. ഇനി കാണിക്കാനുള്ളത് 200-ൻ്റെതാണ് കേട്ടോ. 200-ൻ്റെ ആണ്. ഇതാണ് 200-ൻ്റെ ആണ്. ഈ ഒരു മൾട്ടി കളറിൽ വന്നിട്ടുള്ള സ്റ്റോൺ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതും 2-4 സൈസിലെ ആളുകൾക്ക് 2-6 കുഴപ്പമില്ല, 2-4 ആയിരിക്കും കറക്റ്റ്. അതിന് 220-ൻ്റെ തന്നെയാണ് കേട്ടോ. ഇത് ഒരു ആണി ബാങ്കിൾ പോലെ വന്നിട്ടുള്ളതാണ്. ഓക്കെ, കണ്ടല്ലോ.
അങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ഉണ്ട് 220. അതുപോലെ തന്നെ ക്ലിപ്പ് ബാങ്കിൾ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ 220. ഇതൊരു ഓപ്പൺ ബാങ്കിളാണ് ഉണ്ടല്ലോ, ഓപ്പൺ ബാങ്കിളാണ് 220 രൂപ കേട്ടോ. അതുപോലെ തന്നെ 180 ബാങ്കിൾസ് കാണിച്ചു തരാം. 180 ഇതാണ് കണ്ടല്ലോ, ഇവിടെ പ്ലെയിനാണ്, ക്ലിപ്പ് ബാങ്കിൾ തന്നെയാണ് ഇട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും കാരണം 150 ഒക്കെ കാണിക്കാനുണ്ട്. ഇതാണ് ഈ ഒരു ഓപ്പൺ ബാങ്കിൾ 180 കേട്ടോ. പിന്നെ ഒരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ബാങ്കിൾ. ഇത് പക്ഷേ 2.6 2.8 സൈസിലെ ആളുകൾക്ക് പറ്റുള്ളൂ, കാരണം എത്രയേ വരുന്നുള്ളൂ കേട്ടോ. കണ്ടല്ലോ 2.6 സൈസിലെ ആൾക്ക് പറ്റുള്ളൂ, കാരണം ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ 180 ആണ് കേട്ടോ. 180 ഇപ്പോൾ എത്ര പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള റേറ്റ്. ഇത് 180 കൊടുക്കുന്നത്, വേറെ ഒന്നുമല്ല, അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പക്ഷേ ഇതെനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയോ അറിയുന്ന ആളുകളുണ്ടാവും, ഇതെങ്ങനെയോ ഓപ്പൺ ആക്കലെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് റേറ്റ് അങ്ങോട്ടോട്ട് മാറിപ്പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന റേറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റേറ്റുകൾ നമ്മൾ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. കാരണം അത്രയും ഓഫർ ഇട്ടാണ് കൊടുക്കുന്നത്. ഇതെങ്ങനെയോ ഓപ്പൺ ആക്കലെന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ കുറേ ഇത് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായി, പക്ഷേ കിട്ടിയെന്ന് ഞാൻ ചെക്ക് ചെയ്ത് തുടങ്ങിയതാണ് ഇതെങ്ങനെയോ ഓപ്പൺ ആക്കലെന്നുള്ളത്. അത് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ 150 കേട്ടോ. 115 ഇതിന് മാത്രം പ്രൈസ്. ഇതൊക്കെ 180 തോന്നുന്നു, 180. ഓക്കെ, ഇനി ഒരു റിങ്ങും പിന്നെ ഒരു ബാങ്കിളും സെറ്റായിട്ട് വന്നിട്ടുള്ളതുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 200 രൂപേൻ്റെ ആണ് കേട്ടോ. ഒരു റിങ്ങും ഒരു ഇതാണ്ടല്ലോ സെറ്റായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. റിങ് ഇതാ ഇങ്ങനെ വന്നിട്ടുള്ളത് 200 രൂപ. ഇനി 300ൻ്റെ ബാങ്കിൾസ് കാണിച്ചു തരാം, എന്നിട്ട് ബാലൻസ് കാണിച്ചു കേട്ടോ. 300ൻ്റെ ബാങ്കിൾ പറഞ്ഞാൽ ഇതാ ഒന്നിതാണ്. ഇതിപ്പോൾ എങ്ങനെ തുറക്കലുണ്ടായിരുന്നു എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇത് വാച്ച് പോലെയാണ് കേട്ടോ, ക്ലിപ്പ് ബാങ്കിൾ തന്നെയാണ്, പക്ഷേ ഇങ്ങനെ ഇങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ബാങ്കിളാണ് കേട്ടോ. ഉണ്ടല്ലോ ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കും, പക്ഷേ 2.6 കറക്റ്റ് സൈസായിരിക്കുക. ഒരു ഭാഗത്ത് ഇങ്ങനെ, അതായത് 2 ഭാഗം യൂസ് ആക്കാം. ഉണ്ടല്ലോ ഓക്കെ, ഒരു വാച്ച് പോലെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, കറക്റ്റ് 300 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഇതുകൊണ്ടല്ലോ 300 രൂപയാണ്. ക്ലിപ്പ് ബാങ്കിളാണ് കേട്ടോ. 2.6 സൈസായിരിക്കും കറക്റ്റ് സൂട്ടാവുക. ഓക്കെ, 300 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇനി വെറും 99 കാണണ്ടേ, ഇതാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മൾ 300 സെയിലാക്കിയിട്ടുള്ള, എന്തുകൊണ്ടാണ് 90 കൊടുത്താൽ ഇതാണ്ടല്ലോ. ഇതറിയുന്ന ടെസ്റ്റ് ചെയ്യാൻ അറിയുന്ന ആളുകളുണ്ടാവും, അമർത്തിയിട്ട് എന്തെങ്കിലും ഐഡിയ വെച്ചിട്ട്. ഞാനിപ്പോൾ എനിക്ക് മെൻക്കെടാനാവില്ല എന്ന് കരുതിയിട്ടാണ്. മെൻക്കെടാൻ ഞാൻ ഒരിട്ടം നോക്കി, അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ലൂസായിട്ട് കിടക്കും അല്ലെങ്കിൽ ടൈറ്റായിട്ട് കിടക്കും, അങ്ങനെ വരിക. അപ്പോൾ ഞാൻ കരുതി ഓഫറിൽ എന്തെങ്കിലും കൊടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് 99 രൂപ. അതേപോലെ തന്നെ 99 രൂപയിൽ വന്നിട്ടുള്ളതാണ് ഇത്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല, വേണ്ട ഒരു സൗണ്ട് കേൾക്കും. ഈ ഒരു സൗണ്ട് ഇവിടെ ലൂസായതുകൊണ്ടാണ് കേട്ടോ. ഉണ്ടല്ലോ ഇവിടെ ലൂസ് ഇതായതുകൊണ്ടാണ്. അപ്പോൾ അറിയുന്ന ആളുകളുണ്ടാവും, അപ്പോൾ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണിതാ. ഇതിനൊക്കെ കൂടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ടോട്ടൽ എല്ലാ പീസ് എടുക്കുകയാണെങ്കിലും 60 രൂപ ഷിപ്പിംഗ് ചാർജ്, ഒറ്റ പീസ് എടുക്കുകയാണെങ്കിലും 60 രൂപ ഷിപ്പിംഗ് ചാർജ് കേട്ടോ. ഉണ്ടോ ഇപ്പോൾ ഇതിന് രണ്ടിനാണ് നമ്മൾ 99 രൂപയ്ക്ക് കേട്ടോ. 99 രൂപയ്ക്ക് ഇത് രണ്ടുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞതിൽ ഒറ്റ പീസ് ബാലൻസ് ഉള്ളതാണ് കേട്ടോ. നമ്മൾ 120 സെയിലാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ബാങ്കിൾ. ഉണ്ടല്ലോ 2.6 സൈസിലുള്ള ആളുകൾക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതും 99 നമ്മളിപ്പോൾ സെയിലാക്കുന്നത്. ഇനി കാണിക്കാനുള്ളതാണ് വെറൈറ്റീസ്. ഇനി നിങ്ങളിവിടെ ഈ കാണിക്കുന്നതെല്ലാം, ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഈ കഫ് ബാങ്കിൾ, ഇതൊക്കെ 300 350 സെയിലാക്കിയിട്ടുള്ള കഫ് ബാങ്കിളാണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ ഇവിടെ പോയി ഇതൊക്കെ നമ്മൾ വെറും 150 കൊടുക്കുന്നത്, 150 കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ടൈറ്റാണ്. ഉണ്ടല്ലോ ഇത് പിന്നെ കുഴപ്പമില്ല തോന്നുന്നു. ഉണ്ടല്ലോ കുറച്ച് ടൈറ്റ്. അപ്പോൾ ഇത് ഊരാനും ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് 2 പീസേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് 2 പീസും ഇത് 2-3 പീസേ ഇത് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഓഫറിൽ 150, ഞാനിത് 100 എത്രയോ ചില്ലാനും 190 എത്ര റേറ്റിന് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് വെറും 150 തരുന്നത്. ഓക്കെ,
അപ്പം ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ. ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ റേറ്റിന് തരാൻ പറ്റില്ല. ഇതിലിപ്പോൾ ഏത് പ്രൊഡക്ട്സ് ആണെങ്കിലും ഞാൻ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഈ റേറ്റിന് തരാൻ പറ്റില്ല. കാരണം ഇത് റേറ്റ് നമ്മൾ അത്രയും അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതാ ഒക്കെ 2.6 സൈസാണ് വരുന്നത് കേട്ടോ. 150 കണ്ടോളൂ. ഓപ്പൺ ബാങ്കിളാണ്, ഇതും ക്ലിപ്പ് ബാങ്കിളാണ്. 150 കേട്ടോ തരുന്നത്. അതുപോലെ തന്നെ ഇതും 2.6 ഇത് 2.8 പറ്റും കേട്ടോ ഈ ഒരു ബാങ്കിൾ. പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മളെ എന്താ ഇതിൻ്റെ പേരിൽ കർട്ടയർ ബാങ്കിളാണിത്. ഇതിനോട് സീലേ ഉണ്ട്. ഇതിൻ്റെയൊക്കെ നമ്മൾ ഗോൾഡ് എല്ലാം ആൻറ്റി ടെർണിഷ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അതിൻ്റെ റോസ് ഗോൾഡാണ് 150. ഇപ്പം എന്താ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോൺ വന്നിട്ട് 150. ഇപ്പം എന്താ ഇത് അതിലേക്കാട്ടിലും കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള 150. പിന്നെ ഈ റോസ് ഗോൾഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ 150. പിന്നെ ഇതാ ഈ ഒരു സണ്ണ രൂപത്തിൽ 150. ഒക്കെ 2.6 സൈസാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഉണ്ടല്ലോ 150. പിന്നെ ഈ ക്ലിപ്പ് ബാങ്കിൾ വന്നിട്ടുള്ളത് 150. പിന്നെ ഇതാ ഓപ്പൺ ബാങ്കിൾ കണ്ടോളൂ. ഇതൊക്കെ ഓരോ പീസേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് 2 പീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. $150. പിന്നെ ബട്ടർഫ്ലൈയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ലേഡി സ്റ്റോണൊക്കെ വന്നിട്ടുള്ള 150. പിന്നെ നമ്മൾ ആണി ബാങ്കിൾ ഇതിങ്ങനെ ഉള്ളിൽ കേട്ടോ. ഇതൊക്കെ നമ്മൾ എൽഡോ ഗോൾഡിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 150. അതുപോലെ തന്നെ ഇത് ക്ലിപ്പ് ബാങ്കിളാണ് 150. പിന്നെ ഇതാ ഈ ഒരു ബാങ്കിൾ സ്റ്റോൺ വന്നിട്ടുള്ളത് 150 ഉണ്ടല്ലോ. അപ്പോൾ 3 ബാങ്കിൾസാണ് നമ്മൾ 150 സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എന്തുകൊണ്ടാണ് 150 സെയിൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള സ്റ്റോക്കാണെങ്കിലും ചിലത് നമുക്ക് ചെറിയ ടൈറ്റ് അങ്ങനത്തെ ഓരോ കംപ്ലയിൻറ്റുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ 150 സെയിൽ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇത് 200 220 സെയിൽ ചെയ്യാം. കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. അതുകൊണ്ടല്ല ഞാൻ കാണിച്ചതാണ്. ചിലത് ടൈറ്റാണ്ട്, ചിലത് ലൂസ് അത്രേ ഉള്ളൂ. ഇത് ടൈറ്റാണ്, അത്രമാത്രം പ്രശ്നങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് മുന്നേ ഒരു ഇതൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം 6 മാസം തന്നെ ആയോ, 4-5 മാസമായി. അപ്പോൾ നമ്മൾ എല്ലാം ഒരു കുറച്ചൊരു ടൈം പീരീഡ് ആകുമ്പോൾ നമ്മൾ ഡെഡ് സ്റ്റോക്കുകളൊക്കെ, അതായത് പോവാത്ത ഐറ്റംസുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഓരോ പീസ് ബാലൻസ് ഉള്ളതൊക്കെ നമ്മൾ ക്ലിയറൻസ് സെയിൽ ചെയ്യലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ 300 കൊടുത്തിട്ടുള്ള നമ്മൾ 20 രൂപ ഡിസ്കൗണ്ട് ആക്കിയിട്ട് അങ്ങനെയും തന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ പുതിയ കളക്ഷൻസ് അല്ല, ചിലത് മാത്രമേ നമുക്ക് പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളൂ. അല്ലാത്തൊക്കെ ഒരു മാസം മുന്നതും അല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾക്ക് എടുത്തിട്ടുള്ളതും ചെറുനാൾക്ക് എടുത്തിട്ടുള്ള അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഓരോ പീസൊക്കെ ബാലൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഈ റേറ്റ് ആയിരിക്കില്ല, റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന ടേക്ക് കെയർ, ബൈ.